ഒരു മലയാള സിനിമ കണ്ട് ചിരി വന്നിട്ട് ചിരിക്കണോ ഇതിനൊക്കെ ചിരിക്കാമോ എന്നൊക്കെ തോന്നിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. മുമ്പ് കുളിക്കുന്ന സോപ്പും ഫേസ് വാഷും മാത്രം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ സ്കിൻ കെയറിന് പേഴ്സണൽ ബ്യൂട്ടീഷ്യനും പേരെന്തെന്ന് പോലും അറിയാത്ത കുറെ പ്രൊഡക്ട്സും ഉണ്ട്. ആഫ്റ്റർ മാരേജ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. രാവിലെ 10 മണിക്കാണ് ഷോ, നൈറ്റ് 3 മണിക്കാണ് ഞങ്ങൾ ജോലി കഴിഞ്ഞ് കിടന്നത്. അതിൻ്റെതായ ക്ഷീണം രണ്ടാൾക്കും ഉണ്ട്. ഭരതനാട്യം മൂവിയിലെ സെക്കൻഡ് പാർട്ടായ മോഹിനിയാട്ടം കാണാനാണ് പോകുന്നത്. ഭരതനാട്യം സിനിമ OTT കണ്ടപ്പോൾ ആലോചിച്ചത് ഇതെങ്ങനെ സക്സസ് ആവാണ്ട് പോയി എന്നതാണ്. പിന്നെ എന്നെ പോലെയുള്ളവന്മാർ ഇതുപോലെ OTT കാണാതിരുന്നുകൊണ്ട് തന്നെ ആവുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും ഒരു സിനിമാ മോഹി എന്ന നിലയിലും ചെറിയ വിഷമം തോന്നി. അതുകൊണ്ട് ഈ പടം എന്ത് വന്നാലും തിയേറ്ററിൽ തന്നെ കാണുമെന്ന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഒബ്രോമാളിലെ PVR എത്തി. ഒട്ടും ക്ഷീണം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് 150 രൂപയും കൊടുത്ത് അവിടുന്ന് കോഫി വാങ്ങി കുടിച്ചു. അതിന്റെ വിഷമം നല്ല പോലെ സൂര്യയുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ സ്ക്രീൻ 1 സിനിമ കാണാൻ കയറി. അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞ് സിനിമ തുടങ്ങാൻ തന്നെ കുറെ ടൈം എടുത്തു. എന്തായാലും പടം തുടങ്ങി എഴുതി കാണിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പാർട്ടിലെ സീൻസ് കാണിച്ചത് നന്നായി. കാരണം ആ ഒരു ഫ്ലോയിൽ നേരെ പടത്തിലേക്ക് ഇന്നായി. സുരാജ് വെഞ്ഞാറമൂട് വന്ന അവിടെ പടത്തിന്റെ മൂഡ് മാറി. ഹ്യൂമറും വെറും ഹ്യൂമറല്ല, ഡാർക്ക് ഹ്യൂമറും ഓരോരുത്തരുടെ പെർഫോമൻസും കാരണം ക്ഷീണവും മറന്നു, വിശപ്പും മറന്നു. സിനിമ കഴിഞ്ഞതായി ഒരു സ്ക്രീൻ വന്നപ്പോഴാണ് സിനിമയിൽ നിന്ന് പുറത്ത് വന്നത്. സിനിമയിൽ ചില സീൻസ് ഒക്കെ വന്നപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചിരിക്കാമോ എന്ന് വരെ തോന്നിപ്പോയി. എന്നാൽ ചിരിക്കാതിരിക്കാനും പറ്റണില്ല. അജാതി മേക്കിങ്ങും സ്ക്രിപ്റ്റും. എന്തായാലും പക്ക എന്റർടൈനർ പടമാണ്. തിയേറ്ററിൽ പക്ഷെ ആള് കുറവായിരുന്നു. പക്ഷേ ഈ സിനിമ ഇത്രയ്ക്ക് ചെറിയ ക്രൗഡിനെ അല്ല ഡിസേർവ് ചെയ്യുന്നത്. അതുകൊണ്ട് പറ്റുന്ന എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം. അപ്പൊ കേട്ടില്ല പടം എല്ലാവരും പോയി കണ്ടോ അല്ലേ?